ഞാനിന്ന് ഉണ്ടാക്കുന്നത് കക്ക റോസ്റ്റാണ്. അതിന് വേണ്ടിയിട്ട് 250 ഗ്രാം കക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് കണ്ടു കഴിഞ്ഞാൽ അറിയാം, അതിൻ്റെ ഒരു കറുത്തിരിക്കുന്ന ഭാഗം ഒത്തിരി ബൾജ് ചെയ്തിരിക്കും. അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തിലെ വേസ്റ്റ് പുറത്തേക്ക് വരും. അങ്ങനെ എല്ലാം വേസ്റ്റ് കളഞ്ഞ് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 5 വറ്റൽമുളക്, കാശ്മീരി മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 ഇഞ്ച് നീളത്തിൽ ഇഞ്ചി എൻ്റെ ചെറിയ 2 കഷ്ണങ്ങളാക്കി ഇട്ടിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, 25 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, 11 വെളുത്തുള്ളി, 1 ടീസ്പൂൺ കുരുമുളക്. ഇത്രയും ചേർത്ത് ഒന്ന് ചതച്ചെടുക്കുകയാണ്. അരപ്പ് റെഡിയായിട്ടുണ്ട്. ഇനി അത് ഞാൻ എടുത്ത് കഴുകി വെച്ചിരിക്കുന്ന കക്കയിലേക്ക് ചേർക്കുകയാണ്. ഞാൻ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുകയാണ്. ഏകദേശം ഒരു അരക്കപ്പ്, അത്രയും അരക്കപ്പ് തന്നെ വേണം, അല്ലെങ്കിൽ ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ല. അത്രയും വെള്ളം ചേർക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും എല്ലാം ഒന്ന് ഇളക്കിയിട്ട് അടപ്പത്ത് വെച്ച് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ. അപ്പോഴത്തേക്കും പാകത്തിന് വെന്തിട്ടുണ്ടാവും. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് ഇനി ഇത് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ഞാൻ. അധികം ഫ്ലെയിം കൂട്ടി വയ്ക്കണ്ട, ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് റോസ്റ്റ് ചെയ്യേണ്ടത്. റോസ്റ്റായി വരുമ്പോഴത്തേക്കും ചെറുതായിട്ട് പൊട്ടിത്തുടങ്ങും ഇങ്ങനെ, അതാണ് പരുവം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുകയാണ്. ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഒരു ഇത്തിരി നേരം കൂടെ, എണ്ണ കുറവാണ്, അതുകൊണ്ട് ഇനി ഇത്തിരി എണ്ണയും കൂടെ ഒഴിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടിക്ക് പിടിക്കും. മുരിഞ്ഞായിട്ടുണ്ട്. ഞാൻ വാങ്ങുകയാണ്. ടേസ്റ്റിയുള്ള കക്ക റോസ്റ്റാണ്. താങ്ക് യു.